അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുറഹ്മാൻ ഗുണാജെ, കാസർഗോഡ് ജില്ലയിൽ എൺമക്കജ ഗ്രാമപഞ്ചായത്തിലെ ഗുണാജെ എന്ന സ്ഥലത്താണ് താമസം. ഏതാനും വർഷങ്ങളായി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു. അടിസ്ഥാനപരമായി ഞാനൊരു കർഷകനാണ്. ഞാനിപ്പോൾ ഇത്തരമൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വരാനുണ്ടായ സാഹചര്യം, ഒരു സഹോദരൻ്റെ ദൈന്യത നിറഞ്ഞ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുവാനും അതുവഴി ആ ദൈന്യത സന്തോഷമാക്കി മാറ്റാൻ കഴിയുമോ എന്ന ഒരു പരിശ്രമം എന്ന നിലക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തിക പഞ്ചായത്തിലെ പള്ളം എന്ന പ്രദേശത്ത് ഒരു വാടക ക്വാർട്ടേഴ്സിന് മുന്നിലാണ്. ഈ ക്വാർട്ടേഴ്സിലാണ് ഉമർ ഫാറൂഖ് എന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിക്കുന്നത്. ഉമർ ഫാറൂഖിൻ്റെ ദൈന്യത നിറഞ്ഞ ജീവിതത്തെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. എന്താണ് അസുഖം? ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണ്? ഇതൊരു 5 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയതാണ്. പക്ഷേ ഇപ്പോൾ വലിയ കാര്യമായി നിർത്തില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ട് ചെറിയൊരു നടുവേദന തുടങ്ങി. പിന്നെ അത് കൂടി ഇപ്പോൾ ഒരു 4-5 മാസമായി കറുത്തത്തിലാണ്. ഈ നട്ടൽ മുതൽ കാല് വരെ ഒരു ബലമില്ല. ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം. ഇന്ന് ഭക്ഷണം കഴിക്കണം പോലും കറന്നിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. വളരെ പ്രയാസത്തിലാണ്. ഇപ്പോൾ 5 മാസത്തോളമായി ഇങ്ങനെ കറന്നിട്ട് ഒന്നും പറ്റുന്നില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്നും പറ്റുന്നില്ല. ഡോക്ടർമാർ നിർദ്ദേശിച്ച ചികിത്സ എന്താണ്? ഇതിന് എത്ര ചിലവ് വരും ഏകദേശം? പല ഡോക്ടർമാരും കണ്ട്, എല്ലാ ഡോക്ടർമാരും കണ്ട് എല്ലാവരും പറയുന്നത് സർജൻ ചെയ്യുന്നതെന്നാണ്. ഡിസ്കിൻ്റെ L2, L3, L4, L5 അതുപോലെ S1, അതായത് നട്ടൽ മുതൽ ഈ കാല് വരെ ഭയങ്കര വേദനയാണ്. സർജൻ അല്ലാതെ വേറൊരു വഴിയും അവർ പറയുന്നില്ല. കുറേ ഗുളിക കുറിച്ച് ഒരു മാറ്റവുമില്ല. ഏകദേശം 2 വർഷത്തോളമായി തുടർച്ചയായിട്ട് ചികിത്സയിലാണ്. ഒരു മാറ്റവുമില്ല. അവർ പറയുന്ന സർജറി ചെയ്യണമെന്നാണ്. സർജറിക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം പറയുന്നുണ്ട്. സർജറി ചെയ്തതിന് ശേഷം 2 വർഷത്തോളം റെസ്റ്റും വേണമെന്ന് പറയുന്നു. മൊത്തത്തിൽ ഇപ്പോഴുള്ള സ്ഥിതി എങ്ങനെയാണ്? വാടക വീട്ടിലാണ് താമസം. ഇപ്പോൾ 6 മാസത്തോളമായി ഒരു ജോലി ഇല്ല, ഒന്നും പോകാൻ പറ്റുന്നില്ല. കാരണം മുമ്പെങ്കിലും ഹോട്ടൽ ജോലി, സ്ഥാപനത്തിലൊക്കെ ജോലിക്കുണ്ടായിരുന്നു. ഒരു കുക്കിൻ്റെ പണി ഒരു 20,000 സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് വാടകയ്ക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. ഒരു കുഞ്ഞുണ്ട്, പിന്നെ ഭാര്യ. ഇപ്പോൾ 6 മാസത്തോളമായി നാട്ടുകാരെല്ലാം കൂടി വാടക കൊടുക്കുന്നു. അതുപോലെ ചിലവിനാണെങ്കിലും ഒന്നുമില്ല. കുടുംബക്കാരെന്ന് ആരും ഒരു സഹായം പോലും ഇല്ല. നാട്ടുകാർ പല ആൾക്കാരും ചെറിയ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മുമ്പോട്ട് ഇതുവരെ പോയി ഇതിന് ഒരു വഴിയുമില്ല. പ്രിയപ്പെട്ടവരെ, ഉമർ ഫാറൂഖിൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശ രൂപം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ പ്രതീക്ഷകളും തൻ്റെ സങ്കടങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി ശാരം മൂടിയ കനൽ പോലെ അകമേ വിങ്ങിക്കഴിയുകയാണ് ഉമർ ഫാറൂഖ്. ഒരുപാട് വഴിമുട്ടിയ ജീവിതങ്ങൾക്ക് നിറം പകർന്ന എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ ഉമറിനെയും കൈവടിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ബാപ്പാക്ക് സുഖമില്ല, എനിക്ക് സഹായിക്കണം. പിന്നെ പണിക്കെല്ലാം പോയിട്ടുണ്ടായി, എവിടക്കെല്ലാം പോയിട്ടുണ്ടായി. പെരുന്നാൾക്ക് ഇപ്പോൾ 2 പെരുന്നാൾ എവിടേക്ക് പോയിട്ട് ഞങ്ങൾക്ക് പോരെന്തില്ല. ഞങ്ങൾ വാടക പോരുള്ളത് ഞാനും ഉമ്മയും ബാപ്പ മാത്രമുള്ളത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഡ്രസ്സ് എന്തുമില്ല. ഡ്രസ്സ് പെരുന്നാൾക്ക് വേറെ ആൾ മെയിൻ തന്നു. പിന്നെ പെരുന്നാക്കെല്ലാം ഇടയ്ക്കെല്ലാം പോയിട്ടുണ്ടായി. കുറേ നാളായി കഷ്ടത്തിൽ. ജീവിത യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വെറും 28 വയസ്സുകാരനായ പ്രിയ സഹോദരൻ ഉമർ ഫാറൂഖ് കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ് സ്വന്തമായി കുറച്ച് ഭൂമിയും അതിൽ തലചായ്ക്കാൻ ഒരു കൊച്ചു കൂരയും എന്നുള്ളത്. ഈ ചികിത്സാ സഹായത്തോടൊപ്പം നമുക്ക് അതുകൂടി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി എന്താണുള്ളത് പ്രിയപ്പെട്ടവർ? പെരുമഴയത്ത് കുടയില്ലാതെ അകപ്പെട്ടു പോയ കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലാണ് ഉമർ ഫാറൂഖ് എന്നുള്ളത്. അദ്ദേഹത്തെ സഹായിക്കുക വഴി നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റാനുള്ള ഒരു അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. എല്ലാവരും അത് പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടൊപ്പം മുണ്ടത്തെടുക്ക പള്ളം ബ്രാഞ്ചിലുള്ള ഇസാഫ് ബാങ്കിൻ്റെ ഉമർ ഫാറൂഖിൻ്റെ പേരുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും വിനീതനായ എൻ്റെ കോൺടാക്റ്റ് നമ്പറും നൽകുന്നതാണ്. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, സഹകരിക്കുക.